മുംബൈ ക്രിക്കറ്റിന്റെ ചതുപ്പുകളിൽ നിന്ന് വാങ്കഡയുടെ പുൽമൈതാനങ്ങളിലൂടെ ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിലേക്ക് ഒരു പുത്തൻ താരോദയം. അവന്റെ പേര് ആയുഷ് മാത്രേ. IPL ഈ സീസൺ തുടങ്ങിയപ്പോൾ ക്രിക്കറ്റ് ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഒരു പേരായിരുന്നു ആയുഷിൻ്റേത്. എന്നാൽ അരങ്ങേറ്റ മത്സരത്തിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ റണ്ണൊന്നും എടുക്കാനാകാതെ പുറത്തായ ആയുഷിനെ കണ്ട് പലരും പരിഹസിച്ചു. വലിയ വേദിയിലെ സമ്മർദ്ദം താങ്ങാൻ ഈ 17-കാരന് കഴിയുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു. എന്നാൽ ഒരു പരാജയം കൊണ്ട് അവസാനിക്കുന്നതല്ല തന്റെ കരിയർ എന്ന് തെളിയിക്കാൻ ആയുഷിന് വേണ്ടി വന്നത് ഒരേ ഒരു മത്സരമാണ്. പഞ്ചാബ് കിങ്സിനെതിരെയുള്ള നിർണായക പോരാട്ടത്തിൽ സഞ്ജു സാംസൺ വേഗത്തിൽ പുറത്തായതോടെ ചെന്നൈ ഒന്ന് പതറിയതാണ്. ആ സമയത്താണ് ഗ്രീസിലേക്ക് ആയുഷ് മാത്രമേ നടന്നു വരുന്നത്. ആദ്യ മത്സരത്തിലെ ആ 0 നൽകിയ മുറിവ് ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അത് ബാറ്റിങ്ങിൽ ഒരു തരിമ്പും പ്രകടമായില്ല. ഗ്രീസിലെത്തിയ നിമിഷം മുതൽ പഞ്ചാബ് ബോളർമാരുടെ കടന്നാക്രമിക്കുന്ന ആയുഷിനെയാണ് ചെപ്പോ കണ്ടത്. നേരിട്ട ഓരോ പന്തിലും പക്വതയും ഒപ്പം വന്യമായ വേഗതയും ഒരുപോലെ നിറഞ്ഞു നിന്നിരുന്നു. മൈതാനത്തിന് 4 പാടും പന്ത് വായിച്ചുകൊണ്ട് ആയുഷ് റൺമലകൾ കൂട്ടി. 73 റൺസ് എന്ന മനോഹരമായ സ്കോർ നേടുമ്പോൾ അതിൽ ക്ലാസിക് ഷോട്ടുകളും പവർ ഹിറ്റിങ്ങും ഒരുപോലെ ഉണ്ടായിരുന്നു. ആദ്യ മത്സരത്തിലെ ആ 0-ൽ നിന്ന് ഈ 73 റൺസിലേക്കുള്ള ദൂരം വെറുമൊരു സ്കോർ ബോർഡിലേക്കുള്ള മാറ്റമല്ല, മറിച്ച് ഒരു യുവതാരത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ വിജയമാണ്. ആയുഷിന്റെ ബാറ്റിംഗ് ശൈലി ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അത് ടൈമിങ്ങിന്റെയും മനോഹരമായ ഫുഡ് വർക്കിന്റെയും ഒരു സങ്കരമാണെന്ന്. സ്പിന്നർമാർക്കെതിരെ കടന്നാക്രമിക്കാനുള്ള അവന്റെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. പന്തിന്റെ ലെങ്ത് വളരെ വേഗത്തിൽ മനസ്സിലാക്കി ഗ്രീസിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ലെഫ്റ്റഡ് ഷോട്ടുകൾ കളിക്കുന്നതിൽ അയാൾ ഇതിനകം തന്നെ പ്രാവീണ്യം നേടിക്കഴിഞ്ഞു. ഷോർട്ട് പിച്ച് പന്തുകളെ പുൾ ചെയ്യാനുള്ള അവന്റെ ടൈമിംഗ് പലപ്പോഴും മുൻനിര ബാറ്റ്സ്മാൻമാരെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ്. കേവലം പേശീബലം കൊണ്ടല്ല, മറിച്ച് സാങ്കേതിക തികവോടെയുള്ള ഷോട്ടുകളാണ് ആയുഷിനെ വ്യത്യസ്തനാക്കുന്നത്. ആയുഷിനെ കുറിച്ച് അധികമാർക്കും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. മുംബൈയിലെ വിരാറിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് അവൻ വരുന്നത്. എല്ലാ ദിവസവും പുലർച്ചെ എഴുന്നേറ്റ് മണിക്കൂറുകളോളം ലോക്കൽ ട്രെയിനിൽ തൂങ്ങി യാത്ര ചെയ്താണ് അയാൾ മുംബൈയിലെ പ്രധാന ഗ്രൗണ്ടുകളിൽ പരിശീലനത്തിന് പോയിരുന്നത്. ആ കഠിനാധ്വാനമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ആത്മവിശ്വാസത്തിന് പുറകിൽ. MS ധോണിയെ പോലെയുള്ള ഇതിഹാസങ്ങൾ പോലും ആയുഷിന്റെ നെറ്റ്സിലെ ബാറ്റിംഗ് പ്രകടനത്തിൽ ആകർഷ്ടനായിട്ടുണ്ടെന്ന് അയാളുടെ പ്രതിഭയ്ക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ്. എന്നാൽ ആയുഷിന്റെയും സർഫറാസിന്റെയും ബാറ്റിംഗ് മികവിൽ ചെന്നൈ ഒരു കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയെങ്കിലും ആരാധകർ ഇപ്പോഴും ആശങ്കയിലാക്കുന്നത് ചെന്നൈയുടെ ബോളിംഗ് നിരയുടെ പോരായ്മ തന്നെയാണ്. ബാറ്റിംഗ് വിഭാഗം തങ്ങളുടെ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റുമ്പോഴും ബോളിംഗിൽ ചെന്നൈ പതറുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ മത്സരത്തിലും കാണുന്നത്. റണ്ണുകൾ നിയന്ത്രിക്കാൻ കഴിയാത്തതും നിർണായക ഓവറിൽ വിക്കറ്റുകൾ വീഴ്ത്താൻ ബോളർമാർ പരാജയപ്പെടുന്നതും ചെന്നൈക്ക് വലിയ തലവേദനയാണ്. ഇത്ര വലിയ സ്കോർ ബാറ്റ്സ്മാൻമാർ പടുത്തുയർത്തിയാലും അത് പ്രതിരോധിക്കാൻ ബോളിംഗ് നിരക്ക് കഴിയുന്നില്ലെങ്കിൽ CSKയുടെ പ്ലേ ഓഫ് സ്വപ്നങ്ങൾ പ്രതിസന്ധിയിലാകും. ഡെത്ത് ഓവറുകളിലെ റണ്ണൊഴുക്ക് തടയാൻ ചെന്നൈക്ക് ഇനിയും ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ട്.